നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പലപ്പോഴും രൂക്ഷമായ വിമർശനങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഇരയാകാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഇരയാകാറുണ്ട്. പ്രധാനമന്ത്രിയെ വിമർശിക്കുവാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നും ഈ നാട്ടിലില്ല. പ്രധാനമന്ത്രിയെ എല്ലാവർക്കും വിമർശിക്കാം. ഏതൊരു സാധാരണക്കാരനും കാര്യമുള്ളൊരു കാര്യത്തിന്, കാര്യമില്ലാത്ത കാര്യത്തിന് പോലും വിമർശിക്കാം എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിത. പക്ഷേ ആ മനോഹാരിതയെ ദുരുപയോഗം ചെയ്ത് ചില രാജ്യവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തുക എന്നുള്ളത് ജനാധിപത്യപരമായിട്ടുള്ളൊരു കടമയാണ്, ഒരവകാശം കൂടിയാണ്. പറഞ്ഞു വരുന്നത് മീഡിയ വണ്ണിനെ കുറിച്ചാണ്. മീഡിയ വണ്ണിൽ ഈ അടുപ്പുകൂട്ടി ചർച്ചകളുടെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് പുതിയ ചില അവതാരങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ദാവൂദ് സാഹിബും മറ്റ് രണ്ടുപേരും വട്ടം ചുറ്റിയിരുന്നുള്ളത് മാറ്റിയിട്ട് ഒരു പോഡിയമൊക്കെ സെറ്റ് ചെയ്ത് 4 പേർ വട്ടം കൂടിയിരുന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുക. ആ ചർച്ചകൾ പലരും കാണാറില്ല. പലപ്പോഴും ക്ലിപ്പുകളായി കയ്യിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇനി പറയുവാൻ പോകുന്ന സംഭവം പോലുള്ള സംഭവങ്ങളാണെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു പ്രതികരണമല്ല, അത് സംബന്ധിച്ചുള്ളൊരു വിശകലനം, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, ഇതിനെന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുമായി ഒന്ന് സംസാരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അല്ലാതെ നാളെ ഇതിനെ കേസെടുത്ത് മീഡിയ വണ്ണിനെ പൂട്ടിപ്പിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ കാലഘട്ടത്തിൽ അത് നടക്കേണ്ട കാലത്ത് അത് നടന്നുകൊള്ളും. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ ദിവസം വനിതാ സംവരണ ബില്ലും ഡീലിമിറ്റേഷനും ആയി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം നേടാനാകാതെ പരാജയപ്പെട്ടപ്പോൾ അതേ തുടർന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അങ്ങേരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, തമാശയായിട്ട് പറയുകയാണ്, അങ്ങേരെന്ന് വിളിക്കുന്നതിൽ തെറ്റായി എടുക്കണ്ട. അങ്ങേരുടെ ഒരു കാര്യം പറഞ്ഞാൽ, അങ്ങേര് 8 മണിക്ക് എപ്പോഴൊക്കെ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ മുതൽ സകല ജിഹാദികളുടെയും ഉള്ളിൽ വെള്ളിടി വെട്ടും. അതുപോലെ തന്നെ മീഡിയ വണ്ണിൻ്റെ ഉള്ളിലും വെള്ളിടി വെട്ടി. ഈ അഭിസംബോധന കഴിഞ്ഞ് അതിൻ്റെ ഒരു വിശകലനത്തിനായി ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഒരുമിച്ച് കൂടി. അതിൽ തന്നെ പുതിയൊരു അടുപ്പുകൂട്ടിക്കാരനും ഉണ്ടായിരുന്നു. ഇവർ വിലക്കെടുത്ത ജിമ്മി ജെയിംസ് എന്ന വ്യക്തി. ജിമ്മി ജെയിംസ് എന്നുള്ള വ്യക്തിയായിരുന്നു ഏറ്റവും രൂക്ഷമായി, ജിഹാദികൾക്ക് പോലും ഇല്ലാത്ത ആവേശത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. ഇനി നോട്ട് നിരോധനം എങ്ങാനും ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ജിമ്മി ജോർജിനെ പോലുള്ളവർ, പ്രത്യേകിച്ച് മീഡിയ വൺ പോലുള്ളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ എത്തുമ്പോൾ അത്തരത്തിലൊരു ഭയപ്പാട് ജിമ്മി ജെയിംസിനുണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ജിമ്മി ജെയിംസിനെ പോലുള്ളവർക്കൊരു ധാരണയുണ്ടാകും, ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു സംഘടനയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ചാനലിൻ്റെ ശമ്പളം മുഴുവൻ വരുന്നത് പാകിസ്ഥാനിലെ കള്ളനോട്ടിൽ നിന്നായിരിക്കും എന്നുള്ളൊരു ധാരണ ജിമ്മി ജെയിംസിനുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ധാരണ കൊണ്ടായിരിക്കാം ജിമ്മി ജെയിംസിൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടിയത്. എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട് സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ടാക്കുക, അല്ലെങ്കിൽ അവർ ജിമ്മി ജെയിംസിനെ വിളിച്ച് പറഞ്ഞു കാണാം. അങ്ങനെയൊന്നും അല്ല, നമ്മൾ നല്ല നോട്ടും ഞങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണാം. അതുകൊണ്ടായിരിക്കാം ആ വെള്ളിടി അങ്ങ് മാറിയത്. പക്ഷേ അതിൻ്റെ പിന്നാലെ ജിമ്മി ജെയിംസ് പറഞ്ഞ ഒരു വാക്കാണ് പ്രശ്നം. ചാണകത്തലയിൽ എന്ത് ആശയം ഉദിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ലല്ലോ. അതിൻ്റെ ഒരു പാരഫ്രൈസ് ചെയ്യുകയാണ് ഞാൻ. പ്രധാനമന്ത്രി ചാണകത്തലയനാണ് എന്നാണ് ജിമ്മി ജെയിംസിൻ്റെ അഭിപ്രായം. അത് ജിമ്മി ജെയിംസിൻ്റെ അഭിപ്രായമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പൊതുമണ്ഡലത്തിൽ ഒരു മാധ്യമത്തിലൂടെ അത് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാകേണ്ടതുണ്ട്. അവർക്ക് വ്യക്തമായ ബോധമുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഇതിന് കേസെടുത്ത് ജിമ്മി ജെയിംസിന് ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത തരത്തിൽ അകത്തിടേണ്ട കാര്യമൊന്നുമില്ല. വിമർശിക്കുവാനുള്ള അധികാരം അവർക്കുണ്ട്. അതിൻ്റെ ഒരു സഭ്യതയുടെ അതിർവരമ്പ് സൂക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ആ ബാധ്യത അവർ നിർവഹിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. ആദ്യത്തെ അടി അവരടിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് അടിക്കുവാനുള്ളൊരു വാതിലും അവർ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ആരെങ്കിലും ആ കൂടി നിന്നവരെയെല്ലാം ഇനി മുന്നോട്ടങ്ങോട്ട് വീഡിയോയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ പന്നിത്തലയന്മാരെന്ന് അഭിസംബോധന ചെയ്താൽ അതിന് കുറ്റം അവർക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം അവർക്ക് ചാണകത്തലയിൽ നിന്ന് എങ്ങനെ പ്രധാനമന്ത്രിയെ വിളിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് അവർക്ക് തോന്നുന്നു. അതുപോലെ അവരെ പന്നിത്തലയന്മാരെന്ന് വിളിക്കുവാനുള്ള അവകാശം എനിക്കും അത്തരത്തിലുള്ള എന്നോട് സമാനമായിട്ടുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾക്കും ഉണ്ട് എന്നുള്ള മറുപടിയെ അവർക്ക് നൽകുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ പന്നിത്തലയന്മാരുടെ ഇത്തരത്തിലുള്ളൊരു മനോഭാവത്തിൻ്റെ കാര്യകാരണങ്ങൾ പ്രത്യേകിച്ച് വിശകലനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജിഹാദിത്തരം എന്നുള്ളൊരു അടിസ്ഥാന തത്വം മാത്രമേ ഈ മനോഭാവത്തെ ഭരിക്കുന്നുള്ളൂ. അവർ ഡീലിമിറ്റേഷനും വനിതാ സംവരണവും സംബന്ധിച്ചുള്ള ബില്ലിൻ്റെ പരാജയത്തെ ആഘോഷിക്കുവാൻ തയ്യാറായിരുന്ന അവർക്ക് ഇത്തരത്തിലുള്ളൊരു മുറവിളി നടത്തേണ്ടി വന്നതിൻ്റെ കാരണമുണ്ട്. അത് രസകരമാണ്. കാരണം മോദിയുടെ അടി കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. കാരണം ഈ വനിതാ സംവരണവും
ഡീലിമിറ്റേഷൻ ബില്ലും ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം യാതൊരു തരത്തിലും സാധ്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവരികയും പരാജയപ്പെടുത്തുകയും ചെയ്തത് ഇവരാഘോഷമാക്കി തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ഇത് മുഴുവനായിട്ട് പ്ലേറ്റ് തിരിച്ച് കോൺഗ്രസിൻ്റെ തലയിൽ ഒരു ബാധ്യതയാക്കി വെച്ചു കൊടുക്കുകയും ഇപ്പോഴാണ് ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്ന കളിയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏതാണ്ട് 6 നിയോജക മണ്ഡലങ്ങൾ നഷ്ടമാകുന്നൊരു സ്ഥിതി വന്നു ചേരും എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നു തുടങ്ങിയത്. അതോടുകൂടി ഇവർക്ക് ഭയപ്പാടായി. ഇയാളിത് മനഃപൂർവ്വം പണിഞ്ഞ പണിയാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്നും മനസ്സിലാക്കിയതിൻ്റെ ഒരു അങ്കലാപ്പും ആവലാതിയും അമർഷവുമാണ് ഇത്തരത്തിലുള്ള വാക്കുകളായി പുറത്തു വരുന്നത്. പക്ഷെ അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം മനസ്സിൽ വരാം, അല്ലെങ്കിൽ ചോദിക്കാം, ഈ മീഡിയ വണ്ണിലെ ഉസ്താദ് ദാവൂദിനും അബ്ജോദല്ല, ക്ഷമിക്കണം, മറ്റ് കുറേ പേരുണ്ടല്ലോ, അവരുടെ പലരുടെയും പേരെനിക്കറിയില്ല, ക്ഷമിക്കണം, അത്തരത്തിലുള്ള ഒറിജിനൽ ജിഹാദികൾക്കില്ലാത്ത വിഷമം എന്തിന് ജിമ്മി ജെയിംസിന് ഉണ്ടാകണം? അതിൻ്റെ കാരണം അടിമത്തം, മാനസികമായിട്ടുള്ളൊരു അടിമത്തം എന്നുള്ളത് മാത്രമാണ്. ജിമ്മി ജെയിംസ് എന്നുള്ളൊരു വ്യക്തി എന്നല്ല, നാളെ ഇനി മാർ കുർലോസ് പ്രവർത്തിയാനോസ് മീഡിയ വണ്ണിൽ ഒരു മാധ്യമ പ്രവർത്തകനായി ചേർന്ന് കഴിഞ്ഞാലും, മീഡിയ വൺ മാധ്യമ പ്രവർത്തകനായി അദ്ദേഹത്തെ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ളൊരു ഭാഷ ഉപയോഗിച്ച് മതിയാകൂ എന്നുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ തുടർന്നു പോകുവാനുള്ളൊരാഗ്രഹം ജിമ്മി ജെയിംസിനെ പോലൊരാൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുർലോസ് പ്രവർത്തിയാനോസിനുണ്ടെങ്കിൽ, അവർക്ക് ദാവൂദ് ഉസ്താദിനേക്കാളും മറ്റ് ജിഹാദികളെക്കാളും രൂക്ഷമായ ഭാഷയിൽ മീഡിയ വൺ ആരെയാണോ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ആ വ്യക്തിക്ക് നേരെയോ ആ പ്രസ്ഥാനത്തിന് നേരെയോ ആ രാഷ്ട്രത്തിന് നേരെയോ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്നൊരു വ്യക്തി മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ശത്രുവേ അല്ല. മീഡിയ വണ്ണിൻ്റെ വഴിയിലുള്ളൊരു തടസ്സം മാത്രമാണ്. ഏതിലേക്കുള്ള വഴി? മതരാഷ്ട്രവാദം ഉൾക്കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ളത് ഭാരതത്തിൽ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു ഉപാധി മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ അവർ ഉയർത്തുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും ഒരു ഘടകം മാത്രമാണ്. പക്ഷേ അവരുടെ മുന്നിലുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ ഇവർ ഉയർത്തുന്ന പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അല്പം കൂടും. അതിലൂടെ ഒരു വിവാദം സൃഷ്ടിച്ച് കുറേ യൂട്യൂബ് ചാനലിലൂടെയെങ്കിലും വരുമാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ കള്ളക്കണക്ക് കാണിക്കുവാനുള്ള തരത്തിലുള്ള വരുമാനമെങ്കിലും, കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. ഇതിൻ്റെ ഒരു പ്രവർത്തന ഫണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള ചോദ്യം ആദായ നികുതി വകുപ്പ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ലാഭം കിട്ടുന്നുണ്ടോ അല്പസ്വല്പം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചാണകത്തലയൻ എന്ന് ജിമ്മി ജെയിംസ് എന്ന പന്നിത്തലയൻ വിളിച്ച വീഡിയോയിൽ ഞങ്ങൾക്ക് കുറച്ചധികം വ്യൂസ് കിട്ടി, അതിൽ നിന്ന് കുറച്ച് റവന്യൂ കിട്ടി എന്ന് മറ്റ് പന്നിത്തലയന്മാർക്ക് പറയാം. അതുകൊണ്ട് ഈ പന്നിത്തലയന്മാരുടെ അടുപ്പുകൂട്ടി ചർച്ചയിൽ എനിക്ക് പറയുവാനുള്ള കാര്യം, ഇപ്പോൾ തന്നെ പലരും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായിട്ടുള്ളൊരു ചർച്ച തന്നെ RPA പോലുള്ളവരുമായി നമുക്ക് നടത്താം. അത് സംബന്ധിച്ചുള്ള ഇനിയും കൂടുതൽ അഭിപ്രായങ്ങളും ഇതിൻ്റെ ഒരു പശ്ചാത്തലവും ഒക്കെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഞാനിതൊരു മേലോട്ടമായി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം ഈ വീഡിയോയിൽ. ഇവരെ ഒരു വ്യൂവർഷിപ്പ് കൊടുക്കുന്നത് നിർത്തുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള പന്നിത്തലയന്മാരുടെയും കവിതക്കള്ളിമാരുടെയും ഇവരുടെ പിണിയാളുകളുടെയും എല്ലാം സാമൂഹ്യ മാധ്യമ പേജുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്നെയും നിങ്ങളെയും പോലുള്ള ഇവർക്ക് എതിരെ നിൽക്കുന്ന, ഇവരാരെയാണോ ലക്ഷ്യം വയ്ക്കുന്ന കാഫിറുകളെന്ന് ഈ ജിഹാദികൾ കാണുന്ന വ്യക്തികളായിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ അനുയായികൾ ആയിട്ട് ആ സാമൂഹ്യ മാധ്യമ പേജുകളിൽ ഫോളോവേഴ്സായി ഉണ്ടാവുക. ഒരു 75%, ഒരു സംശയവും വേണ്ട. ഈ 75% ആ ഒരു ഫോളോയിങ് അങ്ങ് പിൻവലിച്ചാൽ ഇവരുടെ സാമൂഹ്യ മാധ്യമ പേജുകളെല്ലാം കുത്തനെ താഴേക്ക് പോവുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി വിവാദമുണ്ടാക്കുക എന്നുള്ള ഒരു ശീലം ജിമ്മി ജെയിംസിനെ പോലുള്ള സെലിബ്രിറ്റികളെങ്കിലും, ജിഹാദികൾ, ദാവൂദ് ഉസ്താദൊന്നും നിർത്തില്ല. കാരണം അവരുടെ മതത്തിന് വേണ്ടി മതമാണ് പ്രശ്നം, അതാണ് ഐഡൻറ്റിറ്റി എന്ന ആശയം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവർ പ്രവർത്തനം നിർത്തില്ല. പക്ഷേ ജിമ്മി ജെയിംസിനെ പോലുള്ളവർ വരുമാനം കുറയുമ്പോൾ, ആ വരുമാനത്തിനൊരു തട്ടുകേട് സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ താനേ നിർത്തിക്കൊള്ളും. ഇന്ന് ചാണകത്തലേനെന്ന് നരേന്ദ്രമോദിയെ വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ പ്രഭാവലയങ്ങൾ നിറഞ്ഞ ശിരസുള്ള
മഹാനായ വ്യക്തി എന്ന് ഒരു എളുപ്പമില്ലാതെ പറഞ്ഞുകൊള്ളും. അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് ജിമ്മി ജെയിംസിനെ പോലുള്ള പന്നിത്തലയന്മാരെ എത്തിക്കുവാൻ പ്രേക്ഷകർക്കേ സാധിക്കുകയുള്ളൂ. പ്രേക്ഷകരുടെ ഇടയിൽ ജിമ്മി ജെയിംസ് പറഞ്ഞതുപോലുള്ള ചാണകത്തലയന്മാരുണ്ടല്ലോ, ഈ ജിമ്മി ജെയിംസിനെ പോലുള്ളവരുടെ ഫോളോവേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഭൂരിഭാഗമായി നിൽക്കുന്ന ചാണകത്തലയന്മാർ, അവർക്ക് സാധിക്കും. അവരത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. അതും ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിതയാണ്. ജനാധിപത്യത്തിൽ എനിക്ക് നിങ്ങളോട് അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുവാനേ സാധിക്കുകയുള്ളൂ. വീട്ടിൽ വന്ന് തോക്ക് ചൂണ്ടി നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുവാനോ അത് ചെയ്യിപ്പിക്കുവാനോ സാധിക്കില്ല. അതും ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ്. എന്തായാലും ജനാധിപത്യത്തിൻ്റെ മനോഹാരിത തുടരട്ടെ. പന്നിത്തലയന്മാരുടെ അടുപ്പുകൂട്ടി ചർച്ചകളും തുടരട്ടെ. നരേന്ദ്രമോദി യുവന്മാർക്കിട്ട് കൊടുക്കാനുള്ള അടികൾ നിരന്തരമായി കൃത്യമായും കൊടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇത്തരത്തിലുള്ള അപഹാസ്യമായിട്ടുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും അസഭ്യവർഷവും എല്ലാം അദ്ദേഹത്തിന് ഊർജമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. യുവന്മാർക്കത് മനസ്സിലാകാത്തത് മദ്രസ പൊട്ടന്മാർ ഒരു വശത്തും അവർ വിലക്കെടുത്ത പിണിയാളുകളായിട്ടുള്ള പന്നിത്തലയൻ മറ്റൊരു വശത്തും അതായതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശകലനങ്ങൾ ആവശ്യമാണ്. ആ വിശകലനങ്ങൾ അടുത്ത വീഡിയോയിൽ തന്നെ ഇന്ന് തന്നെ ചെയ്യുവാൻ ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ചുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.